നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 20 വ്യാഴാഴ്ചയാണ്. ഇന്നലത്തെ ഇന്ത്യൻ വിപണിയിലേക്ക് വന്നാൽ ഒരിക്കൽ കൂടി ഉയർന്നു തന്നെയാണ് ഇന്ത്യൻ വിപണി ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഒരു വർഷത്തിനിടെ ആദ്യമായി സെൻസെക്സ് 85,000 എന്ന മാർക്ക് കടന്നിരിക്കുന്നു. 85,186-ൽ 513 പോയിന്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 26,000 മുകളിലായി ക്ലോസ് ചെയ്തിരിക്കുന്നു. 26,052-ൽ ക്ലോസ് ചെയ്തു. 143 പോയിന്റ്സ് ആണ് ഉയർന്നത്. ദുർബലമായ ആഗോള സൂചികകൾക്കിടയിലും വിപണി ശക്തമായാണ് തിരിച്ചു വന്നത്. പ്രധാനമായും IT, ബാങ്കിംഗ് ഓഹരികളാണ് റാലിക്ക് നേതൃത്വം നൽകിയത്. ഇൻഫോസിസിന്റെ 18,000 കോടി രൂപയുടെ ഓഹരി ബൈബാക്ക് IT മേഖലയുടെ പൊതുവിലുള്ള വികാരം വർദ്ധിപ്പിച്ചു. നിക്ഷേപകർ വിപണി മൂല്യത്തിൽ ഏകദേശം 1.12 ലക്ഷം കോടി രൂപയുടെ നേട്ടം കൈവരിച്ചു. റേറ്റിംഗ് ഏജൻസി ആയിട്ടുള്ള മോർഗൻ സ്റ്റാൻലിയുടെ റിപ്പോർട്ട് അനുസരിച്ച് സെൻസെക്സ് 2026 ഡിസംബർ അവസാനത്തോടെ 95,000 എത്തുമെന്നാണ് മോർഗൻ സ്റ്റാൻലി പറയുന്നത്. ഇനി ഒരു പക്ഷേ ബുൾ മാർക്കറ്റ് ആണെങ്കിൽ അത് 1,07,000 വരെയും എത്താൻ സാധ്യതയുണ്ടെന്ന് മോർഗൻ സ്റ്റാൻലി അഭിപ്രായപ്പെടുന്നു. ഇനി ഇന്നലെ പ്രധാനമായി നേട്ടമുണ്ടാക്കിയ സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ IT സെക്ടറും ബാങ്കിംഗ് സെക്ടറുമാണ് നല്ല നേട്ടമുണ്ടാക്കിയത്. HCL ടെക്നോളജീസ്, ഇൻഫോസിസ്, TCS തുടങ്ങിയ കമ്പനികൾ നല്ല നേട്ടമുണ്ടാക്കി. ഇതിനു പുറമെ ആരോഗ്യക്ഷേമം, കൺസ്യൂമർ ഡ്യൂറബിൾസ് തുടങ്ങിയ മേഖലകളും നല്ല നേട്ടമാണ് ഉണ്ടാക്കിയത്. ഇനി മറ്റൊരു വാർത്ത നോക്കുകയാണെങ്കിൽ നിരവധി ഫ്രീ ട്രേഡ് അഗ്രിമെന്റുകൾ ഇപ്പോൾ ഇന്ത്യ ഒപ്പുവെക്കാൻ ഒരുങ്ങുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഗ്രിമെന്റ് ആവാൻ സാധ്യതയുള്ളത് ഇന്ത്യയും US തമ്മിലുള്ളത്. അതിനുശേഷം യൂറോപ്യൻ യൂണിയൻ. അതിനു മുന്നേ ഇപ്പോഴത്തെ മറ്റൊരു ഫ്രീ ട്രേഡ് അഗ്രിമെന്റിന്റെ കാര്യം കൂടി പറയാനുള്ളത് ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചകൾ അവലോകനം ചെയ്യുന്നതിനായി പീയൂഷ് ഗോയൽ തെല്ലവീവ് സന്ദർശിക്കും. ഫെബ്രുവരിയിൽ എത്തിയ 130 അംഗ വലിയ ഇസ്രയേലി ബിസിനസ് പ്രതിനിധി സംഘത്തെ തുടർന്നാണ് ഈ സന്ദർശനം. അടുത്ത മാസം ഇസ്രയേലി പ്രസിഡന്റ് നെതന്യാഹുവിന്റെ ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായാണ് ഈ യാത്ര. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള വ്യാപാര കരാറിൽ കുത്തനെയുള്ള ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. 2022-23 സാമ്പത്തിക വർഷത്തിൽ $10.77 ബില്യൺ വ്യാപാരം നടന്ന സ്ഥലത്ത് 2023-24 അത് $6.53 ബില്യൺ ആയിരുന്നു. 2024-25 ആയപ്പോൾ $3.62 ബില്യൺ മാത്രമായി അത് ചുരുങ്ങി. ഇനി ഈ ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് നടന്നു കഴിഞ്ഞാൽ ഏതൊക്കെ സെക്ടറുകൾക്കായിരിക്കും അതിന്റെ ഗുണം ലഭിക്കാൻ സാധ്യതയുള്ളതെന്ന് നോക്കിയാൽ രത്നങ്ങൾ, ആഭരണങ്ങൾ, യന്ത്രങ്ങൾ, രാസവസ്തുക്കൾ തുടങ്ങിയവയായിരിക്കും. ഇസ്രയേലിൽ നിന്നുള്ള പ്രധാന ഇറക്കുമതികൾ നോക്കുകയാണെങ്കിൽ വളങ്ങൾ, വിലയേറിയ കല്ലുകൾ, യന്ത്രങ്ങൾ തുടങ്ങിയവയാണ്. മറ്റൊരു വാർത്തയിലേക്ക്, ഈ സാമ്പത്തിക വർഷത്തെ ആദ്യ ഹൈവേ മോണിറ്റൈസേഷൻ കരാറിലൂടെ NHAI 9,270 കോടി രൂപ സമാഹരിക്കും. ഉത്തർപ്രദേശിലെ 333.4 കിലോമീറ്റർ ഹൈവേ സ്ട്രെച്ചിങ്ങിലൂടെ ബിഡിംഗ് IRB ഇൻഫ്രാസ്ട്രക്ചർ നേടി. ഏതായാലും ഇന്ന് IRB ഇൻഫ്ര ഫോക്കസിൽ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അടുത്തതായി ഗ്ലോബൽ മാർക്കറ്റുകളിലേക്ക്. US മാർക്കറ്റുകൾ തുടർച്ചയായിട്ടുള്ള 4 ദിവസത്തെ ഇടിവിന് ശേഷം ഇന്നലെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. US നിക്ഷേപകർ കാത്തിരുന്ന എൻവിഡിയുടെ റിസൾട്ടുകൾ ഇന്നലെ പുറത്തു വന്നു. വാൾസ്ട്രീറ്റ് എസ്റ്റിമേറ്റുകളെ ബീറ്റ് ചെയ്യുന്ന ഒരു റിസൾട്ട് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് ഏകദേശം 5% നേട്ടമുണ്ടാക്കി. കൂടാതെ അഡ്വാൻസ്ഡ് മൈക്രോ സിസ്റ്റംസ് 2.8%, ആൽഫബറ്റ് 1.6% ഉയരുകയുണ്ടായി. ഇന്ന് വ്യാഴാഴ്ചയും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് പുറത്തു വരാനുള്ളത് സെപ്റ്റംബർ മാസത്തെ US ജോബ്സ് റിപ്പോർട്ടാണ്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഇൻഫോസിസ് 2.12% നേട്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. വിപ്രോ 2.28% ഉയർന്നു. ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്ക് 0.32% ഇടിഞ്ഞപ്പോൾ HDFC ബാങ്ക് 1.83% ഇടിഞ്ഞത്. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് 0.2% നേട്ടത്തിലും ക്ലോസ് ചെയ്തു. ഇന്നലെ US ചിപ്പ് സ്റ്റോക്കുകൾ വലിയ നേട്ടമുണ്ടാക്കിയതോടെ ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ നല്ല നേട്ടത്തിലാണുള്ളത്. പ്രത്യേകിച്ച് ജപ്പാൻ മാർക്കറ്റ് നിക്കി 3.7% നല്ല നേട്ടത്തിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. കൊറിയൻ മാർക്കറ്റ് കോസ്പി 2.21% നേട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആണ്. ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് 26,154 എന്ന നിലയിൽ 101 പോയിന്റ്സ് ഉയർന്നാണ്. അതായത് ഇപ്പോഴത്തെ ഒരു നില വെച്ച് 80 പോയിന്റ്സിന്റെ ഒക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് നിഫ്റ്റിയിൽ ഇന്ന് സാധ്യത കാണുന്നത്. പക്ഷേ ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്ന യൂറോപ്യൻ വിപണികൾ ഇടിഞ്ഞു തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്ന US, യൂറോപ്യൻ ഫ്യൂച്ചേഴ്സ് എല്ലാം നല്ല നേട്ടത്തിലാണുള്ളത്. അതിൻ്റെ ഒരു നേട്ടം നമുക്ക് നമ്മുടെ മാർക്കറ്റിലും കാണാൻ കഴിയുന്നുണ്ട്. കേരളത്തിലെ ഗോൾഡ് പ്രൈസിലേക്ക് വന്നാൽ ഇപ്പോൾ പവന് 91,560 രൂപയിലാണുള്ളത്. ഇനി ക്രിപ്റ്റോ കറൻസിയിൽ നോക്കിക്കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ ഇപ്പോൾ ഉള്ളത്
$91,000 ട്രേഡ് ചെയ്യുന്നത്. അടുത്തതായി ഓയിൽ പ്രൈസുകളിലേക്ക്. റഷ്യയുടെ ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അമേരിക്ക പുതുതായി വീണ്ടും ആരംഭിച്ചു എന്നുള്ള വാർത്തകൾ വന്നതോടുകൂടി ഇന്നലെ ഓയിൽ പ്രൈസുകൾ ഇടിയുകയുണ്ടായി. ബ്രന്റ് WTI ഫ്യൂച്ചേഴ്സ് 2% മുകളിലാണ് ഇന്നലെ ഇടിഞ്ഞത്. ഇനി നമ്മുടെ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോഴത്തെ 55% ഡിസ്കൗണ്ടോടുകൂടി 1299 രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയുന്ന നല്ലൊരു അവസരമുണ്ട്. എല്ലാവരും ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഒത്തിരിയേറെ സ്റ്റോക്കുകളാണ് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ നമ്മുടെ വാട്സപ്പ് ടെലഗ്രാം ഗ്രൂപ്പുകളിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അത്തരത്തിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും നമ്മളിവിടെ കമൻറ്റ് ബോക്സിൽ നൽകുന്നുണ്ട്. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം NBCC. നാഗ്പൂരിൽ ഒരു പ്രൊജക്റ്റ് കൈകാര്യം ചെയ്യുന്നതിനും വികസിപ്പിക്കുന്നതിനുമായി NBCCക്ക് 2,966 കോടി രൂപയുടെ വലിയ ഒരു ഓർഡർ ലഭിച്ചിരിക്കുന്നു. കമ്പനി ഇന്ന് ഫോക്കസിൽ ഉണ്ടായിരിക്കും. അടുത്തത് അദാനി എന്റർപ്രൈസസ്, ജയപ്രകാശ് അസോസിയേറ്റ്സ് തുടങ്ങിയ കമ്പനികളാണ്. ജയപ്രകാശ് അസോസിയേറ്റ്സിൻ്റെ ലെൻഡേഴ്സ് കമ്പനി ഏറ്റെടുക്കുന്നതിനുള്ള അദാനിയുടെ പദ്ധതി അംഗീകരിച്ചു. അടുത്തത് JK ടയർ എന്ന കമ്പനിയാണ്. JK ടയറിൻ്റെ അനുബന്ധ സ്ഥാപനം കാവൻഡിഷ് ഇൻഡസ്ട്രീസിൻ്റെ 40 ലക്ഷം ഓഹരികൾ 130.64 കോടി രൂപയ്ക്ക് വിറ്റു. എന്നാൽ കാവൻഡിഷ് ഇപ്പോഴും ഒരു അനുബന്ധ സ്ഥാപനമായി തുടരുന്നു. അടുത്തതായി ഇൻഫോ എഡ്ജ് എന്ന കമ്പനിയാണ്. CFO ചിന്തൻ തക്കർ സ്ഥാനമൊഴിഞ്ഞു. നവംബർ 20 മുതൽ അംബരീഷ് രഘുവംശി താൽക്കാലിക CFO ആയി അധികാരമേൽക്കും. അടുത്ത മെഡി അസിസ്റ്റ് ഹെൽത്ത് കെയർ എന്ന കമ്പനിയാണ്. ഒരു അനുബന്ധ സ്ഥാപനം സൈബർ ആക്രമണത്തെ നേരിട്ടു, പക്ഷേ സംവിധാനങ്ങൾ പുനഃസ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രധാന ബിസിനസ്സിനെ ബാധിച്ചിട്ടില്ല എന്ന് കമ്പനി വ്യക്തമാക്കി കഴിഞ്ഞു. അടുത്തത് CG പവർ എന്ന കമ്പനിയാണ്. CG പവറിന് 365 കോടി രൂപയുടെ ആദായ നികുതി നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. ഉത്തരവിനെ വെല്ലുവിളിക്കാൻ കമ്പനി പദ്ധതിയിടുന്നു. അടുത്തതായി ഗോദാവരി പവർ ആൻഡ് ഇൻസ്പാറ്റ് എന്ന കമ്പനിയാണ്. 10 ഗിഗാവാട്ട് ബാറ്ററി സ്റ്റോറേജ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിനായി കമ്പനി അതിൻ്റെ ഊർജ്ജ അനുബന്ധ സ്ഥാപനത്തിൽ 125 കോടി രൂപ നിക്ഷേപിച്ചു. ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള 3 വാർത്തകളാണ് നമ്മൾ ഇവിടെ തംബ്നെയിലിൽ നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിൽ ഇന്നത്തെ ഫോക്കസിൽ വരാൻ സാധ്യതയുള്ള കുറച്ച് സ്റ്റോക്ക് ന്യൂസുകൾ അങ്ങനെ തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ സെയിൽ, സമ്മൻ ക്യാപിറ്റൽ തുടങ്ങിയവയാണ്. നമ്മുടെ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്തതായി FID ആക്ടിവിറ്റിയിലേക്കാണ്. FIS ഇന്നലെ നെറ്റ് ബയ്യേഴ്സ് ആയ ദിവസമായിരുന്നു. 1,581 കോടി രൂപയ്ക്കാണ് ക്യാഷ് മാർക്കറ്റിൽ അവർ ബൈ ചെയ്തിരിക്കുന്നത്. DIs ആവട്ടെ 1,360 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. വളരെ ശക്തമായിട്ടുള്ള ഒരു ബൈയിങ് തന്നെയാണ് FISന്റെ ഭാഗത്തു നിന്നും DIsന്റെ ഭാഗത്തു നിന്നും ഇന്നലെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇത് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. 26,053-ൽ 143 പോയിന്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റി ഈ ഒരു സോണിനുള്ളിൽ ഒരു സൈഡ് വേസിലായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിരുന്നതാണ്. ഇപ്പോഴിതാ തുടർച്ചയായിട്ടുള്ള 6ാമത്തെ ദിവസവും ഈ സോണിനുള്ളിൽ തന്നെയാണ്. അവിടെ നിന്നും ഒരു അപ്സൈഡിലേക്കോ ഡൗൺ സൈഡിലേക്കോ ഒരു ബ്രേക്ക് ഡൗൺ ലഭിച്ചിട്ടില്ല. പക്ഷേ ഇന്നലത്തെ ക്യാൻഡിൽ നല്ലൊരു ക്യാൻഡിൽ തന്നെയായിരുന്നു. ലോവർ ലെവലിൽ നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് കണ്ട ഒരു ക്യാൻഡിൽ തന്നെയാണ്. നിഫ്റ്റി ഇപ്പോൾ നമ്മൾ പറയാറുള്ളത് പോലെ എല്ലാ കീ മൂവിങ് ആവറേജുകൾക്ക് മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ ബോളിഞ്ചർ ബാൻഡിൻ്റെ മിഡിൽ ലെവലിൻ്റെ മുകളിലായിട്ടാണുള്ളത്. ഇനി നിഫ്റ്റിയെ സംബന്ധിച്ച് ഒക്ടോബർ മാസത്തെ ഹൈ തന്നെയാണ് ഇനി പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത്. 26,100 റേഞ്ചിലാണ് അതുള്ളത്. കൂടാതെ ഓൾ ടൈം ഹൈ ലെവൽ 26,300 അടുത്തായിട്ടാണുള്ളത്. ഇനി അപ്സൈഡിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 2 ലെവലുകൾ തന്നെയാണിത്. നിഫ്റ്റി രാവിലെ വലിയ വോളറ്റാലിറ്റിയെ കാണിച്ചെങ്കിലും പിന്നീട് ഒരു റിക്കവറി നമുക്ക് കാണാൻ കഴിഞ്ഞു. നല്ല പോസിറ്റിവിറ്റിയിൽ ക്ലോസ് ചെയ്യാനും സാധിച്ചു. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 26,050-ൽ 338% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിൽ 121% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 26,000 സ്ട്രൈക്കിൽ 31% വർധനവ്, പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 14% ഇടിവ്, ഒരു ഷോർട്ട് കവറിംഗ് ആണ് കാണുന്നത്. 26,100 സ്ട്രൈക്കിൽ 103% വർധനവ്, പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെ. കോൾ സൈഡിൽ 31% വർധനവ്. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് നല്ല ശക്തിയോടെ നിൽക്കുന്നു എന്നാണ് കാണുന്നത്. അടുത്തതായി വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 26,100-ലും സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 26,000-ഉമാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 59,203-ൽ 304 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിക്ക് ഇപ്പോൾ വലിയ സപ്പോർട്ട് നൽകുന്നത് ബാങ്ക് നിഫ്റ്റി തന്നെയാണ്. ഇന്നലെ 317 പോയിന്റ്സ് ഉയർന്നു. ബാങ്ക് നിഫ്റ്റി എല്ലാ കീ മൂവിങ് ആവറേജുകൾക്കും മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. നിഫ്റ്റിയേക്കാൾ കുറച്ചുകൂടി സ്ട്രെങ്ത്തും ബാങ്ക് നിഫ്റ്റി തന്നെയാണ് കാണിക്കുന്നത്.
ഒരു ഹയർ ലോ ഫോർമേഷനാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഫോം ആവുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 59,400 മുതൽ 59,500 വരെയുള്ളത് ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഇനി ഒരു ഫോൾ വരികയാണെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 58,600 മുതൽ 58,700 വരെയുള്ള ആ ഒരു സോണുമാണ്. ഇനി ബാങ്ക് നിഫ്റ്റിയിൽ മന്ത്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 59,300, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 59,000. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിരിക്കുന്നത്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും ആ റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.